എല്ലാ കൂട്ടുകാർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് എൻ്റെ ഗായൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ടെറസിലുള്ള കൃഷിയാണ് കാണിക്കുന്നത്. അപ്പം ഇത് കണ്ടോ, വെണ്ട ഇത് കണ്ടോ, ഇത് ഈ പൂ ഇങ്ങനെ വരുമ്പോഴേ ഇത് കണ്ടോ, ഇത് ചെറുതിലേ തന്നെ ഇത് അടപ്പിക്കളയണം. കാരണം ഇച്ചിരി വലുതായിട്ട് ഒരു കായ്ക്കാനൊക്കെയുള്ള ഒരു ആരോഗ്യം ഇതിനായതിന് ശേഷം മാത്രമേ ഇത് വളർത്താവുള്ളൂ. ഇത് കണ്ടോ, ഇത് ചുമന്ന വെണ്ടയാണിത്. ഈ പറഞ്ഞ കണ്ടോ, ഇങ്ങനെ ഈ കായൊക്കെ ഇത് കണ്ടോ, കായ ഇത് ചെറുതിലേ ഉള്ള കായ, ഇത് നമ്മൾ അടത്തിക്കളയണം. ഇത് ടെറസിലുള്ള പച്ചക്കറിയാണ്. ഇത് ഞാൻ ഈ വീട് വാർത്തപ്പോൾ തന്നെ ഞാൻ പണിക്കാരനോട് പറഞ്ഞു, ഇങ്ങനെ കോൺട്രാക്ടറുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് മുകളിൽ പച്ചക്കറിയൊക്കെ നടേണ്ടതാണ്, ആ പാകത്തിന് വേണം നിങ്ങളിത് ചെയ്യാൻ എന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഞ്ജുവാര്യർ പറയുന്ന പോലെ എത്ര സ്ക്വയർ ഫീറ്റിൻ്റെ സൗധം പണിതു എന്നുള്ളതല്ലല്ലോ, നമുക്ക് ഒരു ചെടിയെങ്കിലും നടാൻ പറ്റുന്ന സ്ഥലമുണ്ടോ അതിനകത്തുനിന്ന്, അതാണല്ലോ ഏറ്റവും വലുത്. എനിക്ക് പറമ്പിൽ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, എന്നാലും നമുക്ക് എപ്പോഴും ടെറസേൽ നടുവാണെങ്കിൽ ഓടി രാത്രിയിലാണേലും ഓടി കയറി വന്ന് നോക്കാനും ഒക്കെ പറ്റുമല്ലോ. പച്ചമുളക് ടെറസിൽ അത്ര പറ്റിയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. മഴമറയൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് കുഞ്ഞു വലിയ മുളകാകുന്നില്ല, ആകുന്നത് തന്നെ വേഗം അങ്ങോട്ട് ഇതുണ്ട് പഴുത്തു പോവുക. ഇത് ഇവിടുത്തെ ഇത്രയും ചൂട് ഇതിന് പറ്റുന്നില്ലെന്ന് തോന്നുന്നു, ഇത് അത്ര ഉഷാറാവുന്നില്ല. പക്ഷേ നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, എന്തേരം ചൂട് കിട്ടുന്നോ അത്രയും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ 2 നേരവും നനച്ചും കൊടുക്കണം. പകൽ ഞാൻ രാവിലെ നനച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി ചിലപ്പോൾ 10 മണിയൊക്കെ ആകുമ്പോൾ കിടക്കാറൊക്കെ ആകുമ്പോഴത്തേക്കാണ് മിക്കവാറും ഞാൻ ഇതൊക്കെ നനയ്ക്കുന്നത്. കണ്ടോ, തക്കാളിയൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ടോ. ഇത് നമുക്ക് ഈ കൂടെ ഒരു വിളവെടുപ്പും കൂടി നടത്താം. അതുപോലെ തന്നെ ഇത് പാവൽ ഉണ്ടോ, ഈ പാവലേന്നൊക്കെ 2-3 പാവയ്ക്ക പറിച്ചതാണ്. ഇതാ കുഞ്ഞു തക്കാളിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതിലെല്ലാം കായ്ച്ച് കിടക്കുക. ഇവിടെ നല്ല ചൂടുള്ളതുകൊണ്ട് ഇവർക്ക് നല്ല അനുയോജ്യമായ കാലാവസ്ഥ അനുയോജ്യമാണെന്ന് തോന്നുന്നു. നല്ല ചൂടിലുണ്ടാകുന്ന സാധനമല്ല. ഇതുകൊണ്ടോ കുഞ്ഞു തക്കാളിയാണ്. ഇതുണ്ടോ, ഇതിലൊക്കെ കായ്ച്ച് കിടക്കുന്നുണ്ടോ. അതുപോലെ തന്നെ കുറച്ച് ചെടിയും അതിൻ്റെ കൂടെയൊക്കെ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ ഇത് വേറൊരു സൈസ് തക്കാളിയാണ്. ഇത് ഇച്ചിരി വലുതാണ്. ഇത് കണ്ടോ, ഇത് തീരെ കുഞ്ഞ് എല്ലാം കുറേ എണ്ണം ഇതേ പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമുക്കതിൻ്റെ വിളവും കൂടി ഇങ്ങ് എടുക്കാം. അതായത് തക്കാളിപ്പഴമൊക്കെ എടുക്കാം. ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കുഞ്ഞു തക്കാളി എത്ര ഉള്ളൊരു പെയിൻറ്റ് ചട്ടിക്കകത്താണ് ഞാൻ നട്ടിരിക്കുന്ന. പെയിൻറ്റിൻ്റെ ബക്കറ്റ് ഉണ്ടല്ലോ, അതിനകത്താണ് നട്ടിരിക്കുന്നത്. അപ്പം ഇത് കണ്ടോ, തക്കാളി മാത്രമല്ല വെണ്ടയുണ്ട്, അതുപോലെ തന്നെ വഴുതന. ഇതുണ്ടോ വഴുതന നിൽക്കുന്നുണ്ടോ. വഴുതനയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കായ എടുക്കുന്നതാണ്. ഇത് കണ്ടോ, വഴുതനങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ടോ. ഇത് ഇഷ്ടം പോലെ ഉണ്ടാകും. എനിക്ക് വഴുതന മണ്ണി നട്ടതെല്ലാം പോയി. ഇപ്പോൾ ഈ ഒരു വഴുതന മാത്രമേ നിലവിലുള്ളൂ. എൻ്റെ ആവശ്യത്തിന് തോരൻ വയ്ക്കാനുള്ള വഴുതനങ്ങയൊക്കെ ഇതേന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു നീക്കം എടുക്കുമ്പോഴത്തേക്കും അടുത്ത നീക്ക് പൂവിട്ട് വരുന്നുണ്ട്. ആ പൂവൊക്കെ വീണ്ടും കായാകും. കുഞ്ഞു തക്കാളി പൂത്ത് നിൽക്കുന്നുണ്ടോ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ ചീര നിൽക്കുന്നുണ്ടോ. ചീരയ്ക്കൊക്കെ നല്ല വേഗം ഇത് ഈയിടെ ഒരാഴ്ച ആയതേ ഉള്ളൂ കേട്ടോ ഈ ചീര നട്ടിട്ട്. വേഗം കണ്ടോ ഉണ്ടായി വരുന്നത്. ഇതൊക്കെ തക്കാളിയാണ് കൂടുതലും ടെറസിൽ ഞാൻ വെച്ചിരിക്കുന്നുണ്ടോ. കുഞ്ഞു തക്കാളി ഇത് കണ്ടോ, ചട്ടി ഉൾപ്പെടെ ഒരു കുഞ്ഞതാണ്. അതിനകത്തൊക്കെ ഇത് കണ്ടോ കായ്ച്ച് കിടക്കുന്നത്. ഇതിലേക്ക് കായ്ച്ച് കിടക്കുന്നതുണ്ടോ. അതുപോലെ തന്നെ ഇതൊക്കെ കുഞ്ഞു തക്കാളികളാണ്. ഇത് കണ്ടോ നിറച്ച് കായ്ച്ച് കിടക്കുന്നുണ്ടോ. ഇവിടെയുണ്ട് ചീനിയും കണ്ടോ, ചീരയും കൂടെ. ഈ ചീരയൊക്കെ ഇത് കണ്ടോ ഇത്ര വേഗം കയറി വരുന്നതെന്ന്. അതുപോലെ തന്നെ ഇത് ഒരു തക്കാളി പഴുത്ത് നിൽക്കുന്നു. ഇതിലും ഉണ്ട് നിറച്ച് കായണ്ടേ കണ്ടോ, പഴുത്ത് നിൽക്കുവാണ്.
അതുപോലെ തന്നെ ഇതാ ഇവിടെയിട്ട് വന്നു കഴിഞ്ഞാൽ വെണ്ടയുണ്ട്, ചീരയെല്ലാം പൂത്ത് നിൽക്കുവാണേ. ഈ ചീരയും തന്നെ ഇഷ്ടം പോലെ ഇനിയും ഉണ്ടായിക്കോളും. വേണ്ട വെണ്ടയ്ക്ക ഇത് വിളവെടുക്കാറായതാണെന്ന് തോന്നുന്നു. എടുക്കാറായതാണേ. ഇവിടെ ഉണ്ടെണ്ണം, ഇത് എടുക്കാറായതാ. നമുക്ക് വീഡിയോ എടുക്കുന്ന കൂടെ ഉള്ള വിളവും കൂടി എടുത്തേക്കാം. എനിക്കിനിയിപ്പോൾ ഇവിടെ വിളവെടുക്കാൻ പാകത്തിന് ഒരാൾ നിൽപ്പുണ്ട്. അത് നമ്മുടെ ഉള്ളിയാണേ. അത് നമുക്ക് പിന്നെ എടുക്കാം. ഇത് കണ്ടോ, ഇത് പാവയ്ക്കാൻ ഞാൻ കുപ്പിക്കകത്ത് ഇത് കണ്ടോ, കുപ്പിക്കകത്താകുമ്പോൾ ഈച്ച കുത്തത്തില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ മുകൾ വെട്ടിയിട്ട് ഇത് കണ്ടോ, ഈ കുപ്പിയുടെ മുകൾ വെട്ടിയെടുത്തിട്ട് പാവയ്ക്ക ഇതിനകത്താക്കിയിട്ട് ഈ മുകൾ വെച്ചതിനെ അടച്ചും വെച്ചിരിക്കുകയാണ്. പാവലൊക്കെ 2-3 ദിവസം വെള്ളം ഇടയ്ക്ക് ഒഴിക്കാൻ പറ്റിയില്ല, പൊങ്കാലയിടാൻ പോയ സമയത്ത്. അന്നേരശാലം വാട്ടമൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും ഉഷാറായിട്ട് വരുന്നുണ്ട്. ഈ ചട്ടിക്കകത്ത് ചെടിയുണ്ട്, അതോടൊപ്പം തന്നെ ഉള്ളിയുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ തീരുമ്പോൾ നമുക്ക് ഇത്രയും തക്കാളിയും തക്കാളിയും 2 വെണ്ടയ്ക്കയും കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഒരു ദിവസത്തേക്കായിരിക്കുള്ളത് ആയിട്ടുണ്ട്. ഇനി താഴെ കുറേ കൂടുതൽ തക്കാളി എടുക്കാൻ നിൽപ്പുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ ഗൈസ്.